Question number 70. The relation between fringe width for the red light and yellow light is, അതായത് റെഡ് ലൈറ്റും യെല്ലോ ലൈറ്റിന്റെയും റിലേഷൻ, ഫ്രിഞ്ച് വിഡ്ത്തുകളുടെ റിലേഷൻ എങ്ങനെയാണെന്ന ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞ എന്താ, ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഇനി റെഡിനാണോ യെല്ലോയ്ക്കാണോ ലാംഡ കൂടുതൽ, വിജിയോറിലെ വയലറ്റിന്ന് റെഡിലോട്ട് വരുന്നതിനനുസരിച്ച് വേവ്ലെങ്ത് എന്തെയും കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ നമുക്ക് പറയാം ലാംഡ റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ, ആണ്ട് വേവ്ലെന്താ കൂടുതൽ, റെഡ് ലൈറ്റിന്റെ വേവ്ലെന്ത് കൂടുതൽ ആരേക്കാളും, യെല്ലോയേക്കാളും. അപ്പൊ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ റിലേഷൻ എങ്ങനെ വരും പറഞ്ഞേ, ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് റെഡ് ലൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് യെല്ലോ, ബീറ്റ റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബീറ്റ യെല്ലോ എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ ആൻസർ ചെയ്ത് വരും പറഞ്ഞേ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 18. Fringe width in a particular Young's double slit experiment is measured to be beta. അതായത് ഒരു പർട്ടിക്കുലർ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയായിട്ട് മെഷർ ചെയ്ത്, ബീറ്റ ആയിട്ട് മെഷർ ചെയ്തു. വാട്ട് വിൽ ബി ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഇഫ് ദ വേവ്ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് ഡബിൾഡ്? ലൈറ്റിന്റെ വേവ്ലെങ്ത് ഡബിൾ ആക്കി. അതുപോലെ തന്നെ പറഞ്ഞ എന്താ, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഹാഫ് ആക്കി. സെപ്പറേഷൻ ബിറ്റ്വീൻ സ്ലിറ്റ്സ് എന്ന് പറയുമ്പോൾ സ്മാൾ ലെറ്റർ ഡി, അത് ഹാഫ് ആക്കി. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് സ്ലിറ്റ് ട്രിപ്പിൾഡ്, അത് സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള സെപ്പറേഷൻ ക്യാപിറ്റൽ ഡി, അത് ട്രിപ്പിൾ ആക്കി. അപ്പോൾ ഉള്ള ബീറ്റ ഫ്രിഞ്ച് വിഡ്ത്ത് ഒറിജിനലിനേക്കാളോ ഇനിഷ്യലി ഉള്ളതിനേക്കാളും എത്ര ടൈംസ് ആയി എന്നാ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനിഷ്യലി ഉള്ള കേസ് എഴുതിയാൽ നമുക്കറിയാം ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി ആണ് ഇനിഷ്യലി. ഇപ്പോ ഫൈനലി ഇപ്പൊ എന്തായി, ലാംഡ ഡാഷ് എന്താക്കി മാറ്റി, ലാംഡ ഡാഷ് എന്ന് പറയുമ്പോൾ പുതിയ വേവ്ലെങ്ത് അത് എത്രയാക്കി, ഡബിൾ ആക്കി, 2 ലാംഡ ആക്കി. ഡി ഡാഷ് എത്രയാക്കി, ഡി ബൈ 2 ആക്കി. ഇനി ക്യാപിറ്റൽ ഡി ഡാഷ് എത്രയാക്കി, 3 ടൈംസ് ആക്കി, ഇനിഷ്യലിന്റെ 3D ആക്കി. ഓക്കെ അല്ലേ. അപ്പൊ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഡാഷ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്മാൾ ഡി ഡാഷ് എന്ന് എഴുതാം. ലാംഡ ഡാഷ് എന്ന് പറയുമ്പോൾ 2 ലാംഡ ഇൻറ്റു ഡി ഡാഷ് എത്രയാണ്, 3D ഡിവൈഡഡ് ബൈ ഡി ബൈ 2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 2 ലാംഡ ഇൻറ്റു 3D ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 എത്രയാ 4, 4 ഇൻറ്റു 3 എത്രയാ 12 ലാംഡ ഡി ബൈ ഡി എന്ന് എഴുതാം. ലാംഡ ഡി ബൈ ഡി എന്തുവാണ്, ബീറ്റയാണ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാടാ, 12 ബീറ്റ എന്ന് എഴുതാം. ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 12 ബീറ്റ എന്ന് കിട്ടും. അതായത് എന്താ അർത്ഥമാക്കുന്നത്, ഫ്രിഞ്ച് വിഡ്ത്ത് എത്ര ടൈംസ് കൂടി, 12 ടൈംസ് കൂടി അല്ലേ. ഇനിഷ്യലി ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ആണെങ്കിൽ അത് പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് എത്ര അതിന്റെ 12 ടൈംസ് ആയിട്ട് മാറി. അപ്പൊ ആൻസർ ചെയ്ത് വരും പറഞ്ഞ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 90. If the fifth order maximum of wavelength 4000 angstrom in Young's double slit experiment coincides with the nth order maximum of wavelength 5000 angstrom, then n is equal to. അപ്പൊ ഇവിടെ മാക്സിമയുടെ കേസാ പറയുന്നത്. ഫിഫ്ത് ഓർഡർ മാക്സിമം അതിന്റെ വേവ്ലെങ്ത് എന്താ, 4000 ആംസ്ട്രോം ആണ്. അത് ആരുമായിട്ട് കോയിൻസൈഡ് ചെയ്തു, nth ഓർഡർ മാക്സിമം 5000 ആംസ്ട്രോം എങ്കിൽ n കണ്ടുപിടിക്കാനാ ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്താ പറയും, ഒരു മാക്സിമയിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, n ലാംഡയാണ്. അപ്പൊ രണ്ടിടത്തും n ലാംഡ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അവിടെ n ലാംഡ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു മാക്സിമയുടെ കേസിൽ ഇവിടെ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, n1 ലാംഡ 1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം മക്കളെ, n2 ലാംഡ 2 എന്ന് എഴുതാം. ഇതിലൂടെ n1 എത്രയാ 5 ഇൻറ്റു 4000 ഈസ് ഈക്വൽ ടു n2 ആണ് കണ്ടുപിടിക്കേണ്ടത്. n2 ഇൻറ്റു ലാംഡ 2 എത്രയാണ് 5000. ഇവിടെ നീ 3 വെട്ടിക്കളയാം, 5 വെട്ടിക്കളയാം. അപ്പൊ n2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ, n2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ 3, 4 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 20. In Young's double slit experiment, the light emitted from the source has lambda 6.5 into 10 raised to minus 7. ലാംഡയുടെ വാല്യൂ എത്രയാടാ, 6.5 into 10 raised to minus 7 മീറ്റർ ഉള്ള ഒരു എന്താണ് ലൈറ്റ് ആണ് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സ്ലിറ്റ്സ് ഈസ്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് എത്രയാണ് തന്നിട്ടുണ്ട്, 1 millimeter ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. അതായത് സ്മാൾ ലെറ്റർ ഡി എത്രയാണ്, 1 millimeter ആണ്. ഇതിനെ നമുക്ക് മീറ്ററിലാക്കാം, 10 raised to minus 3 meter. The distance between the screen and slit is 1 meter. Capital D എത്രയാണ്, 1 meter ആണ്. Distance between third dark and fifth bright fringes, ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ, തേർഡ് ഡാർക്ക് ഫ്രിഞ്ചസും ബ്രൈറ്റ് ഫ്രിഞ്ചസും ഫോം ചെയ്യല്ലോ. അതിൽ തേർഡ് ഡാർക്കും പിന്നെന്താണ് ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. പൊസിഷൻ ഓഫ് ആദ്യ മക്കളെ ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്, അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാമല്ലോ. പറഞ്ഞ് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, yn ഈസ് ഈക്വൽ ടു n ലാംഡ ഡി ബൈ ഡി. അപ്പൊ ഇവിടെ എത്ര വരും, 5 ഇൻറ്റു ലാംഡ എത്രയാണ് 6.5 ഇൻറ്റു 10 raised to minus 7 ഇൻറ്റു ഡി എത്രയാണ് 1 ഡിവൈഡഡ് ബൈ സ്മാൾ ഡി എത്രയാണ് 10 raised to minus 3. ഓക്കെ അല്ലേ. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം,
പൊസിഷൻ ഓഫ് തേർഡ് ഡാർക്ക് ഫ്രിഞ്ച് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം പൊസിഷൻ ഓഫ് തേർഡ് ഡാർക്ക് ഫ്രിഞ്ച്. തേർഡ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷൻ. എന്ത് ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? അപ്പൊ എന്ത് ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? y എന്ത് ഡാർക്ക് ഫ്രിഞ്ച് yn ഈസിക്കൽ എന്ത് ഇക്വേഷൻ 2n - 1 ലാംഡ d ബൈ 2d. 2n - 1 ലാംഡ d ബൈ 2d. ഇവിടെ തേർഡ് അല്ലേ? അപ്പൊ എന്ത് വരും? 2 × 3 - 1 ലാംഡ d ബൈ 2d എന്ന് വരും. ഈസിക്കൽ എത്രയാണ്? 2 × 3 6. 6 - 1 5. 5 ലാംഡ d ബൈ 2d എന്ന് കിട്ടും. ഇത് എത്രയായിരുന്നു കിട്ടിയത്? ഇവിടെ 5 ലാംഡ d ബൈ d ആയിരുന്നു അല്ലേ? അപ്പൊ 5 ലാംഡ d ബൈ d ഇവിടെ എത്ര കിട്ടി? 5 ലാംഡ d ബൈ 2d കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻ സോൾവ്, ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? സബ്ട്രാക്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് എടുക്കാം. അതായിരിക്കും കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യുന്നത്. എങ്ങനെ എടുക്കാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തേർഡ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച്, അതല്ലേ നമുക്ക് വേണ്ട? തേർഡ് ഡാർക്ക് ആൻഡ് ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്. ആ ഡിസ്റ്റൻസ് x ഈസിക്കൽ ടു yn. ഇത് ആരുടെയാ? ബ്രൈറ്റിൻ്റെത്, ഇത് ഡാർക്കിൻ്റെത്. അപ്പൊ yn ബ്രൈറ്റ് മൈനസ് yn ഡാർക്ക് ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? 5 ലാംഡ d ബൈ d മൈനസ് 5 ലാംഡ d ബൈ 2d. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ രണ്ടിടത്ത് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പൊ 10 ലാംഡ d ബൈ d മൈനസ് 5 ലാംഡ d ബൈ 2d എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും ഇവിടെ? 10 ലാംഡ d ബൈ 2d എന്ന് 5 ലാംഡ d ബൈ 2d പോയാ 5 ലാംഡ d ബൈ 2d എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 5 ലാംഡ d ബൈ 2d എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് 5 ലാംഡ d ബൈ 2d എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ലാംഡയ്ക്കും ഡിക്കും ഡിക്കും ഒക്കെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ x ഈക്വൽ ടു 5 ഇൻറ്റു ലാംഡ എത്രയാ മക്കളെ? 6.5 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു ക്യാപിറ്റൽ ഡി എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ കുഞ്ഞു ഡി എത്രയാ? 10⁻³ മീറ്റർ. അപ്പൊ 10⁻³ ഈസിക്കൽ ടു 5 ഇൻറ്റു 6.5 എത്ര കിട്ടും? 5 ഇൻറ്റു 6.5 എന്ന് പറയുമ്പോൾ 16.25 16.25 എന്ന് കിട്ടും. ഇൻറ്റു 10⁻⁻7. ഈ 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻³ ആവും. അപ്പൊ എത്ര? 10⁻⁻4 എന്ന് കിട്ടും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1.625 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇതിനെ എനിക്ക് എങ്ങനെ പറയാം? 1.625 മില്ലിമീറ്റർ എന്ന് പറയാം. അപ്പൊ ഇതിനോട് സാമ്യമുള്ള വാല്യൂ ഏത് മാത്രമേ ഉള്ളൂ? 1.63 മില്ലിമീറ്റർ അല്ലേ? അപ്പൊ ആൻസർ എത്രയാണ് പറഞ്ഞേ? 1.63 millimeter ആയിരിക്കും റൈറ്റ് ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 21. In Young's double slit experiment, light of wavelength 4000 angstrom is used to produce bright fringes of width 0.6 millimeter at a distance of 2 meters. If the whole apparatus is dipped in a liquid of refractive index 1.5, the fringe width will be എന്താ പറഞ്ഞിട്ടുള്ള ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ എത്രയാ? 4000 ആംസ്ട്രോങ് വേവ്ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് യൂസ് ചെയ്തു. അപ്പൊ ബ്രൈറ്റ് ഫ്രിഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ വിഡ്ത്ത് എത്രയായിരുന്നു? 0.6 millimeter ആണ് at a distance of 2 meters. ഇനി വോൾ അപ്പാരറ്റസ്, ആ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വോൾ അപ്പാരറ്റസ് ഞാൻ എന്തിൽ ഡിപ്പ് ചെയ്യാണ്? ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 വാല്യൂ ഉള്ള ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്യാണ്. അപ്പൊ ഫ്രിഞ്ച് വിഡ്ത്ത് എത്ര ആവുന്ന ക്വസ്റ്റ്യൻ. ഫ്രിഞ്ച് വിഡ്ത്ത് ഒരു മീഡിയത്തിൽ വെക്കുമ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ ബീറ്റ എം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എയറിലുള്ളത് ബീറ്റ ഡിവൈഡഡ് ബൈ ഏത് മീഡിയത്തിലാണോ വെക്കുന്നത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ എഴുതിക്കണം. ബീറ്റ മീഡിയ ഈസിക്കൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ പറഞ്ഞേ ഇവിടെ ബീറ്റ ലിക്വിഡിലെ മീഡിയം ഈസിക്കൽ ടു ബീറ്റ എത്രയായിരുന്നു ഇനിഷ്യലി ഉള്ളത്? ഇനിഷ്യലി ഉള്ള ബീറ്റ 0.6 millimeter ആണ്. ഫ്രിഞ്ച് വിഡ്ത്ത് 0.6 അല്ലേ? അപ്പൊ 0.6 ഡിവൈഡഡ് ബൈ എത്രയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലിക്വിഡിന്റെ? 1.5 ഈസിക്കൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 0.6 ഡിവൈഡ് ബൈ 3/2 എന്ന് കിട്ടും. 0.6 ഇൻറ്റു 2/3 എന്ന് എഴുതാം. ഈ 3യും 0.6 കിട്ടി, ഇവിടെ 0.2. അപ്പൊ എത്ര കിട്ടും മക്കളെ? 0.4 millimeter എന്ന് കിട്ടും. എത്ര കിട്ടും? 0.4 millimeter എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്തു വരും പറഞ്ഞു ഓപ്ഷൻ 3 0.4 millimeter ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. എന്താ പറയുന്നത്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് പെർഫോംഡ് ഇൻ എ ലിക്വിഡ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എവിടെ പെർഫോം ചെയ്യാം? ഒരു ലിക്വിഡിൽ പെർഫോം ചെയ്യണം. ദ 10th bright fringe in the liquid lies where the 8th dark fringe lies in a vacuum. അതായത് ഒരു ലിക്വിഡിൽ എന്ത് ചെയ്യുക? ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ 10th bright fringe in the ലിക്വിഡിൽ 10th bright fringe എവിടെ ലൈ ചെയ്യുന്നു? വാക്കത്തില്, അതായത് എയറിൽ ഒരു മീഡിയത്തിൽ ഇല്ലാത്തപ്പോൾ എന്താ 8th dark fringe ലൈ ചെയ്യുന്നു. അത് രണ്ടും ഇവിടെ ഒരുമിച്ച് ലൈ ചെയ്യുന്നു. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ലിക്വിഡ്. എങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കറിയാം
ഒരു എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്, ഒരു മീഡിയത്തിലെ എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പാത്ത് ഡിഫറൻസ് എത്രയാണെന്നറിയാവോടാ? പാത്ത് ഡിഫറൻസ് ഓഫ് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഇനി മീഡിയം, ഒരു മീഡിയത്തിലാണ്. മീഡിയം ഒന്നും ഇല്ലെങ്കിൽ എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പാത്ത് ഡിഫറൻസ് എത്രയാ? നമുക്കറിയാം n ലാംഡ. അപ്പൊ ഒരു മീഡിയം ഉണ്ടെങ്കിൽ എത്ര വരുമെന്ന് അറിയാവോ? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് n ലാംഡ ഡിവൈഡഡ് ബൈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീ, n ലാംഡ ഡിവൈഡ് ബൈ മ്യൂ എന്ന് വരും. ഇനി എന്ത് ഡാർക്ക് ഫ്രിഞ്ച് എവിടെയാണ്? വാക്കത്തിലാണല്ലേ. അപ്പൊ എന്ത് ഡാർക്ക് വാക്കത്തിലുള്ള ഒരു ഡാർക്ക് ഫ്രിഞ്ചിന്റെ പാത്ത് ഡിഫറൻസ് എത്ര വരും? പാത്ത് ഡിഫറൻസ് ഓഫ് എന്ത് ഡാർക്ക് ഫ്രിഞ്ച് ഇവിടെ ഇൻ വാക്കം, ഒരു മീഡിയം ഇല്ലാത്തപ്പോ വാക്കത്തിലാണെങ്കിൽ എത്ര വരും പറഞ്ഞേ? ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്താ? 2n-1 ലാംഡ ബൈ 2. 2n-1 ലാംഡ ബൈ 2. അപ്പൊ ഇതല്ലേ ഈക്വലാണ്, രണ്ട് ലൈ ചെയ്യുന്നത് സെയിം പൊസിഷനിലാണ് മാറ്റുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അത് രണ്ട് ഈക്വൽ ആണ്. ഇവിടെ എത്ര വരും? എത്രാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചാ? 10th ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഡെൽറ്റ എക്സ് ഈക്വൽ ടു 10 ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ എത്ര വരും? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും പറഞ്ഞേ? ഇവിടെ 8th ഡാർക്ക് ഫ്രിഞ്ച് അല്ലേ, അപ്പൊ എത്ര വരും? 2 × 8 - 1 എത്ര വരും? 60 - 1 50. 15 ലാംഡ ബൈ 2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10 ലാംഡ ബൈ മ്യൂ ഈസ് ഈക്വൽ ടു 15 ലാംഡ ബൈ 2. ഓക്കെ അല്ലേ? ലാംഡ വെട്ടിക്കളയാം. മ്യൂ ഈസ് ഈക്വൽ ടു എത്ര വരും? 10 × 2 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 20/15 എന്ന് വരും. 20/15 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4/3 എന്ന് വരും. 4/3 എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്രയാ? 1.33 എന്ന് വരും. എത്ര വരും മക്കളെ? 1.33 എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ 4 1.33 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഏതൊക്കെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം? ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പാത്ത് ഡിഫറൻസ് n ലാംഡയാണ്. അതൊരു മീഡിയത്തിൽ വെക്കുമ്പോൾ എന്താവും? n ലാംഡ ബൈ മ്യൂ ആവും. ഡാർക്ക് ഫ്രിഞ്ചിന്റെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? ഡെൽറ്റ എക്സ് ഈക്വൽ 2n-1 × ലാംഡ ബൈ 2 ആണ്. അതൊരു മീഡിയത്തിൽ വെച്ചാൽ ലാംഡ ബൈ മ്യൂ ആവും. ഓക്കെ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ 2 separate setups of Young's double slit experiment, fringes of equal width are observed when lights of wavelength in the ratio 1:2 are used. If the ratio of the slit separation in the two cases is 2:1, the ratio of the distance between the plane of the slits and screen in the two setup is. നമുക്ക് ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ വേണ്ടേ? ആദ്യം ക്വസ്റ്റ്യൻ നോക്കിയാൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ വിഡ്ത്ത് ആണ് ഒബ്സർവ് ചെയ്തത്. എപ്പോ? അതായത് β1 β2 ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. Then light of wavelength in the ratio λ1/λ2 വാല്യൂ തന്നിട്ടുണ്ട് 1:2. If the ratio of slit separationന്റെ റേഷ്യോ തന്നിട്ടുണ്ട് d1/d2 is equal to എത്രയാ മക്കളെ? 2/1. എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ ഓഫ് ദ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ, അതായത് d1, ക്യാപിറ്റൽ d1/d2 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു λd/d ആണ്. ഓക്കെ അല്ലേ? രണ്ട് ബീറ്റ ഈക്വൽ. അപ്പൊ നമുക്ക് എഴുതാം λ1 d1/d1 ഈസ് ഈക്വൽ ടു λ2 d2/d2 എന്ന് എഴുതാലോ? എഴുതാം. ഇവിടുന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? d1/d2. d1/d2 ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? λ2/λ1 ഇൻറ്റു d1 ഡിവൈഡഡ് ബൈ d2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. λ2/λ1 എത്രയാ? λ1/λ2 ആണ് 1/2. അപ്പൊ λ2/λ1 എത്രയാ? 2/1. അപ്പൊ ഇവിടെ എത്ര വരും? 2/1 ഇൻറ്റു d1/d2 എത്രയാണ്? 2/1 തന്നെ. അപ്പൊ എത്ര കിട്ടും? 2/1 ഈസ് ഈക്വൽ ടു എത്ര വരും പറഞ്ഞേ? 4/1 എന്ന് വരും. അപ്പോ ക്യാപിറ്റൽ d1/d2 വാല്യൂ എത്ര വരും ഇവിടെ? 4:1 എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. Two coherent sources are 0.3 millimeter apart. രണ്ട് coherent sources എത്രയാണ്? 0.3 millimeter അപ്പാർട്ടിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ. They are 1 meter away from the screen. അവർ സ്ക്രീനിൽ തമ്മിൽ എത്ര ഡിസ്റ്റൻസിലാണ്? 1 meter away ആണ്. The second dark fringe is at a distance of 0.3 centimeter from the center. Second dark fringe എത്ര ഡിസ്റ്റൻസിലാണ്? 0.3 സെന്റിമീറ്ററിലാണ്. എങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദി ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദ സെന്റർ, നമുക്ക് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ പൊസിഷൻ ഓഫ്
എന്ത് ഡാർക്ക് ഫ്രിഞ്ച്, ഒരു എന്ത് ഡാർക്ക് ഫ്രിഞ്ച് സെന്ററിൽ നിന്നുള്ള പൊസിഷൻ ഓഫ് എന്ത് ഡാർക്ക് ഫ്രിഞ്ച് ഫ്രം ദ സെന്റർ, അതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഓക്കെ, വാല്യൂ അല്ല, അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താ ഇക്വേഷൻ പറഞ്ഞ് നമ്മൾ നേരത്തെ എഴുതിയതാ, എക്സ് ഈസ് ഈക്വൽ ടു 2n - 1/2 ഇൻറ്റു ബീറ്റ അല്ലെ. ബീറ്റയ്ക്ക് നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഡി ബൈ ഡി. ഇതാണ് പൊസിഷൻ ഓഫ് എന്ത് ഡാർക്ക് ഫ്രിഞ്ച് ഫ്രം ദ സെന്റർ എന്ന് പറയുന്നത്. പാത്ത് ഡിഫറൻസ് ആണെങ്കിൽ 2n - 1 ലാംഡ/2 എന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് എന്താ പൊസിഷൻ ഓഫ് ദി എന്ത് ഡാർക്ക് ഫ്രിഞ്ച്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പൊസിഷൻ ഓഫ് സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച് 0.3 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 0.3 ഈസ് ഈക്വൽ ടു പൊസിഷൻ സെന്ററിൽ നിന്നുള്ള പൊസിഷൻ ആണ് 0.3 സെന്റിമീറ്റർ. 0.3 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രാമത്തെയാ, സെക്കൻഡ് ഡാർക്ക് ആണ്. അപ്പൊ 2 × 2 - 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലാംഡ. ലാംഡ നമുക്കറിയോ? ഇല്ല, നമുക്ക് ലാംഡ അറിയത്തില്ല. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ലാംഡ ഡി ബൈ ഡി ബീറ്റ എന്നങ്ങ് എഴുതാം. കാരണം മറ്റേ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിലും ബീറ്റ വരുമല്ലോ. അപ്പൊ ബീറ്റ തന്നെ അങ്ങ് എഴുതാം. ലാംഡ ഡി ബാക്കിയൊന്നും വാല്യൂ ഇട്ട് കൊടുക്കണ്ട. സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ലാംഡ ഡി ബൈ ഡി എന്ത് ചെയ്താം, ബീറ്റ എന്ന് എഴുതാം. ഈ ബീറ്റ മറ്റൊരു ഈക്വൽ ആയിരിക്കും, സിമിലർ സെറ്റപ്പ് അല്ലേ. അപ്പൊ ബീറ്റ. അപ്പൊ എങ്ങനെ എഴുതാം, 0.3 ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര വരും, 4 - 1/2. അപ്പൊ 3/2 ബീറ്റ എന്ന് കിട്ടും. ഈ 3യും 0.3യും കിട്ടിയാൽ 0.1 വരും. അപ്പൊ ബീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 0.2 എന്ന് കിട്ടാം. ബീറ്റ എത്ര കിട്ടി മക്കളെ, 0.2 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഡിസ്റ്റൻസ് ഓഫ് പറഞ്ഞേ മക്കളെ, ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദ സെന്റർ. ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദ സെന്റർ, അതായത് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദ സെന്ററിന്റെ പൊസിഷന്റെ ഇക്വേഷൻ എന്താ, n ലാംഡ ഡി ബൈ ഡി അല്ലെ. അതായത് n ബീറ്റ എന്ന് പറയാൻ, ലാംഡ ഡി ബൈ ഡി ബീറ്റ അല്ലേ. അപ്പൊ ഇത് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആകുമ്പോൾ എത്ര വരും, 4 ബീറ്റ എന്ന് വരും. വരത്തില്ലേ? വരും. ബീറ്റ നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ, 4 ഇൻറ്റു എത്രയാണ്, 0.2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 0.8 സെന്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ, 0.8 സെന്റിമീറ്റർ. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇത് സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.2 മില്ലിമീറ്റർ. സ്ലിറ്റ് സെപ്പറേറ്റ് ചെയ്ത് എപ്പോഴാ, 0.2 മില്ലിമീറ്ററിലാണ്, 0.28 മില്ലിമീറ്ററിലാണ്. അപ്പൊ നമുക്ക് കുഞ്ഞു ഡി എത്രയാണ്, 0.28 മില്ലിമീറ്റർ ആണ്. ആൻഡ് സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1.4 മീറ്റർ എവേ. സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, 1.4 മീറ്റർ ദൂരെയാണ്. The distance between the first dark fringe and fourth bright fringe is obtained to be 0.6 centimeter. അതായത് ആരൊക്കെ തമ്മിലുള്ള, ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചും പിന്നെ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ആൻഡ് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ, 0.6 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ലാംഡ കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. ഇത് വേവ്ലെങ്ത് ഓഫ് ദി ലൈറ്റ് യൂസ് ദിസ്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ എന്താ, ഡാർക്ക് ഫ്രിഞ്ചിന്റെ ആ ഒരു ഡിസ്റ്റൻസ്, പൊസിഷൻ ഓഫ് ഡാർക്ക് ഫ്രിഞ്ച്, എന്ത് ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇക്വേഷൻ എന്താ, 2n - 1/2 ലാംഡ ഡി ബൈ ഡി അല്ലേ. അതെ, ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ആകുമ്പോ അത് എത്ര വരും പറഞ്ഞേ, 2 × 1 വരും അല്ലെ. അപ്പൊ 2 × 1 - 1 അപ്പൊ എത്ര വരും, 2 - 1 ലാംഡ ഡി ബൈ 2d ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ 2d എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് അല്ലെ, ലാംഡ ഡി ബൈ 2d. ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എത്ര വരും, n ലാംഡ ഡി ബൈ ഡി ആ. അപ്പൊ 4 ലാംഡ ഡി ബൈ ഡി. ഓക്കെ അല്ലെ. അപ്പൊ ഒരെണ്ണം 4 ലാംഡ ഡി ബൈ ഡി, മറ്റേ എത്ര, ലാംഡ ഡി ബൈ 2d ആണ്. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 0.6 സെന്റിമീറ്റർ ആണ്. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ, 0.6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 4 ലാംഡ ഡി ബൈ ഡി മൈനസ് ലാംഡ ഡി ബൈ 2d ഈസ് ഈക്വൽ ടു 0.6 എന്ന് എഴുതാം. ഇവിടെ രണ്ടിടത്ത് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 8 ലാംഡ ഡി ബൈ 2d മൈനസ് ലാംഡ ഡി ബൈ 2d ഈസ് ഈക്വൽ ടു 0.6. ദാറ്റ് ഈസ് 7 ലാംഡ ഡിവൈഡ് ബൈ 2d ഈസ് ഈക്വൽ ടു 0.6. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ലാംഡ കണ്ടുപിടിച്ചാൽ ബാക്കിയെല്ലാം നമുക്കറിയാം. അപ്പൊ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 0.6 സെന്റിമീറ്ററിൽ അല്ലെ. അതിനെ നമുക്ക് മീറ്ററിലാക്കാം. 0.6 × 10⁻⁻² ഇൻറ്റു ഈ 2 d 2 ഇൻറ്റു d എത്രയാണ്, കുഞ്ഞു d
0.28 millimeter ആണ്. അതിനെ മീറ്ററിലാക്കുമ്പോൾ 0.28 into 10⁻³ ഡിവൈഡഡ് ബൈ എന്ത് വരും D7. അപ്പൊ 7 into ക്യാപിറ്റൽ D എത്രയാണ് 1.4. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എത്ര കിട്ടും പറഞ്ഞേ 0.6 into ഇവിടെ 2 into 0.28 into 10⁻², 10⁻³ 10⁻⁵ divided by 7 into 1.4. ഓക്കെ അല്ലേ? നമുക്കിനി എന്താ പോയിന്റ് ഒക്കെ അങ്ങ് മാറ്റാം. അപ്പൊ 6 into 2 12 കിട്ടും അല്ലേ? 0.6 into 2 1.6 നമുക്ക് എന്ത് ചെയ്യും 10⁻⁻1 ഇവിടെ എടുക്കാം. അപ്പൊ 12 into ഇവിടെ എന്തുണ്ട് 2 പോയിന്റ് ഉണ്ട്. അപ്പൊ 28 into ഇവിടെ ഇപ്പൊ 10⁻⁻1 10⁻⁻2 വന്നു. അപ്പൊ 10⁻⁻³ into 10⁻⁻5 10⁻⁻8 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര എഴുതാം 7 into 14 into 10⁻⁻1. ഓക്കെ അല്ലേ? ഇത് രണ്ടും കിട്ടും ഇവിടെ 2 കിട്ടും. ഓക്കെ. ഇപ്പൊ 24/7 into 10⁻⁻8 into 10⁻1 എന്ന് വരും. ഇനി 24/7 എന്ന് പറയുമ്പോൾ എത്ര വരും അറൗണ്ട് 24/7 ആകുമ്പോൾ 3 പോയിന്റ് സംതിങ് വരും അല്ലേ? അപ്പൊ 3 പോയിന്റ് സംതിങ് ഉള്ള ഒരു ഓപ്ഷൻ ഏതാ 3.4 ഉള്ളൂ. അപ്പം 3.4 into ഇത് എത്ര വരും പവർ 10⁻⁻7 എന്ന് വരും 10⁻⁻7 മീറ്റർ. അപ്പൊ എത്ര വരും ഇവിടെ ആൻസർ 3.4 into 10⁻⁻7 മീറ്റർ ആയിരിക്കും റൈറ്റ് ആൻസർ. സോ ദ ഓപ്ഷൻ ഏതാ 1 is our correct answer. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഏത് രണ്ട് ഡിസ്റ്റൻസ് എന്നാലും ഏതിന്റെ പൊസിഷൻ പറഞ്ഞാലും ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഡാർക്ക് ഫ്രിഞ്ച് ആണെങ്കിൽ 2n - 1/2 λd/d യും ഡാർക്ക് ആണെങ്കിൽ ബ്രൈറ്റ് ആണെങ്കിൽ n λd/d ആണ്. തിരിഞ്ഞു പോകത്തില്ലല്ലോ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കി. In Young's double slit experiment, the ratio of maximum intensity at a point to the intensity at the same point when one slit is closed is. അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് മാക്സിമം ഇന്റൻസിറ്റിയുടെ റേഷ്യോയും അതുപോലെ തന്നെ രണ്ട് സ്ലിറ്റ് ഇല്ലേ അതിൻ്റെ അകത്ത് ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇന്റൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് ആദ്യം മാക്സിമം ഇന്റൻസിറ്റി എത്രയായിരിക്കും Imax എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ആവുന്നത് √of I1 plus √I2 the whole square ആണ്. രണ്ട് ഇന്റൻസിറ്റി I0 ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും √I0 plus √I0 the whole square എന്ന് വരും. അപ്പം 2√I0 the whole square അത് എത്ര കിട്ടും 4I0 എന്ന് കിട്ടും. 4I0 ഇതാണ് മാക്സിമം ഇന്റൻസിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്യുവാണ്. then one slit is closed. ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇന്റൻസിറ്റി അല്ലേ ഉള്ളൂ, ഒറ്റ ഇതിൽ നിന്നുള്ള ഒരു I0 ഉള്ളൂ. അപ്പോൾ ഇന്റൻസിറ്റി എത്രയാണ് I' എന്ന് മാത്രമേ ഉള്ളൂ, ഒരു സ്ലിറ്റിൽ കൂടെ മാത്രം I0 മാത്രമേ ഉള്ളൂ. ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ എടുക്കാം. Imax divided by I' = 4I0 divided by I0 = എത്ര കിട്ടും 4:1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും പറഞ്ഞ ഓപ്ഷൻ 3 is the right answer. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 27. In Young's double slit experiment, the slit separation is double. This result is. അതായത് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് സ്ലിറ്റ് സെപ്പറേഷൻ എന്താക്കി ഡബിൾ ആക്കി. അതായത് നമുക്കറിയാം ബീറ്റ = എന്താണ് λd/d ആണ്. സ്ലിറ്റ് സെപ്പറേഷൻ ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ β' = λd/, ഈ കുഞ്ഞു d എത്രയായി 2d ആക്കി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് 1/2 into λd/d അല്ലേ? λd/d എന്താണ് ബീറ്റയാണ്. അപ്പൊ എത്ര കിട്ടും β/2 എന്ന് കിട്ടും. അപ്പൊ ഫ്രിഞ്ച് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് ഫ്രിഞ്ച് ഇന്റൻസിറ്റി അല്ല ഹാവിങ് ഓഫ് ദി ഫ്രിഞ്ച് സ്പേസിംഗ്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് സ്പേസിംഗ്. ആ ഫ്രിഞ്ച് സ്പേസിംഗ് എന്തായി മാറിയടാ പകുതിയായിട്ട് മാറി. അപ്പൊ ആൻസർ എന്ത് വരും ഹാവിങ് അതായത് പകുതി ഹാവിങ് ഓഫ് ദ ഫ്രിഞ്ച് സ്പേസിംഗ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. In Young's double slit experiment, the slits are 2 millimeter apart and are illuminated by photons of two wavelengths. λ1 is equal to 12,000 angstrom, λ2 is equal to 10,000 angstrom. At what minimum distance from the common central bright fringe on the screen, 2 meters from the slit, will a bright fringe from one interference pattern coincide with a bright fringe from the other? അതായത് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലുണ്ട്. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് സ്ലിറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 millimeter ആണ്. ഇത് S1 ഇത് S2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് മക്കളെ 2 millimeter.
ഇനി ആർ ഇലൂമിനേറ്റഡ് ബൈ ഫോട്ടോൺസ് ഓഫ് രണ്ട് വേവ്ലെങ്തിലുള്ള ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു ഇവിടെ വന്നിരിക്കുന്നു λ1 λ2 അറ്റ് വാട്ട് മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ കോമൺ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു കോമൺ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് സെൻട്രൽ മാക്സിമം ഇവിടെയാണ് കോമൺ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ എത്രയോ ഡിസ്റ്റൻസ് അകലെ ഇപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് നമുക്കിപ്പോ എടുക്കാം. ഈ പോയിന്റ് ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാണ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം വൺ ഇന്റർഫറൻസ് പാറ്റേൺ. ഈ λ1 കൊണ്ടുള്ള ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. λ2 സെക്കൻഡ് സോഴ്സിൽ നിന്നുള്ള ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച്. രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ത് ചെയ്യുന്നു ഇവിടെ വന്ന് കോയിൻസൈഡ് ചെയ്യുന്നു. രണ്ട് വേവ്ലെങ്തിൽ ആ രണ്ട് വേവ്ലെങ്തിന്റെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് എന്ത് ചെയ്യുന്നു ഇവിടെ വന്ന് ഇത് ചെയ്യുന്നു കോയിൻസൈഡ് ചെയ്യുന്നു. എങ്കിൽ ആ ഡിസ്റ്റൻസ് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിൽ നിന്ന് ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അവിടെ എന്താവണം രണ്ട് വേവ്ലെങ്തിന്റെ ബ്രൈറ്റ് ഫ്രിഞ്ച് അവിടെ വരണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫസ്റ്റ് കേസിൽ നമ്മൾക്ക് ഇവിടെ എങ്ങനെ എഴുതാം? x1 = അവിടെ എന്ത് എഴുതാം? n1 λ1 d/d. d/d രണ്ടിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. n1 λ1 d/d. x2 എന്ന് പറയുന്നത് എത്രയാണ്? ഇങ്ങനെ എഴുതാം n2, അതും ബ്രൈറ്റ് അല്ല, n2 λ2 d/d എന്ന് എഴുതാം. ഇത് ഫസ്റ്റ് കേസിൽ λ1 കൊണ്ട് അത് λ1ന്റെ n1 ഫ്രിഞ്ച് ആവുന്ന n1 ഫ്രിഞ്ചും λ2ന്റെ n2 ഫ്രിഞ്ചോ കോയിൻസൈഡ് ചെയ്യുന്നിരിക്കട്ടെ. രണ്ടിന്റെ ഒരേ നമ്പർ ആവണമെന്നില്ലല്ലോ, രണ്ടിന്റെ ഡിഫറൻസ്. കാരണം λ1 വേവ്ലെങ്ത് ഡിഫറൻസ് ആണ്. അപ്പൊ λ1ന്റെ ഇപ്പൊ 4 ആണെങ്കിൽ λ2ന്റെ 5 ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം n1 λ1 d/d പൊസിഷനും n2 λ2 d/d പൊസിഷനും എന്താണ്? സെയിം ആണ്. അതാണ് ഈ എക്സ് എന്ന് എഴുതാം. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? n1 രണ്ടിന്റെ പൊസിഷൻ സെയിം ആയി x1 x2 ഈക്വൽ. അപ്പൊ λ1 n1 d/d = നമുക്ക് എന്ത് പറയാം? n2 λ2 d/d എന്ന് പറയാലോ. ഇവിടുന്ന് d ക്യാൻസൽ ആവും. n1 λ1 = എത്രയായിട്ട് മക്കളെ? n2 λ2 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് n1/n2 എത്ര കിട്ടും? λ2/λ1 എന്ന് കിട്ടും. λ2 എത്രയാണ്? 10,000 ഡിവൈഡഡ് ബൈ λ1 എത്രയാണ്? 12,000. ഓക്കെ അല്ലേ? ഈ മൂന്ന് സീറോയും വെട്ടിപ്പോയി 10/12 എന്ന് കിട്ടും. അത് എത്രയാ മക്കളെ? 5/6 എന്ന് കിട്ടും. അപ്പൊ n1/n2 എത്രയാണ്? 5/6 ആണ്. n1ന്റെ അതായത് എത്രയാണ്? λ1ന്റെ ഏത് ഫ്രിഞ്ച് ആയിരിക്കും? 5th ഫ്രിഞ്ചും ആയിരിക്കും. മറ്റേ λ2ന്റെ ഏത് ഫ്രിഞ്ച് ആയിരിക്കും? 6th ഫ്രിഞ്ചും ആയിരിക്കും കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എത്രാമത്തെ ഓരോന്നിന്റെ ഏത് ഫ്രിഞ്ചാ കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് കിട്ടി. ഇനി നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒന്നെങ്കിൽ x1 കണ്ടുപിടിക്കാം, ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഓർക്കേണ്ടത് n1ന്റെ വാല്യൂ ഇടുന്നത് 5 എടുക്കുന്നെങ്കിൽ λ1 തന്നെ അവിടെ കൊടുക്കണം 12,000. ഈ ഇക്വേഷനിൽ n2ന്റെ വാല്യൂ 6 എടുക്കുന്നെങ്കിൽ അത് ഏത് വേവ്ലെങ്തിന്റെ ആണ്? 10,000ന്റെ. അത് മാറാതെ നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് x = നമുക്ക് ഏതിട്ട് കൊടുക്കാം? ഫസ്റ്റ് കേസ് തന്നെ ഇട്ട് കൊടുക്കാം, n1ന്റെ. അപ്പൊ 5 ഇൻറ്റു ഫസ്റ്റ് കേസിൽ λ1 എത്രയാണ്? അതായത് 5th ആരുടെയാ? 5th എന്ന് പറയുന്നത് λ1ന്റെ ഫ്രിഞ്ച് അല്ലേ? അപ്പം 5th എന്ന് പറയുമ്പോൾ λ1. അപ്പൊ λ1 എത്രയാണ്? 12,000 ആണ്. 12,000 ഇൻറ്റു ക്യാപിറ്റൽ D എത്രയാണ്? 2 മീറ്റർ ഫ്രം ദ സ്ലിറ്റ് ആണ്. അപ്പൊ 2 ഡിവൈഡഡ് ബൈ സ്മാൾ d എത്രയാണ്? 2 മില്ലിമീറ്റർ ആണ്. 2 × 10⁻³ ഓക്കെ അല്ലേ? ഈ 2 2 എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. 12 × 5 എത്രയാണ് മക്കളെ? 60 ഇൻറ്റു 10⁻³ ഇൻറ്റു ഈ 10⁻³ മോളിൽ പോകുമ്പോൾ എന്ത് വരും? 10⁻³ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എത്ര കിട്ടും? ഇനി ഇവിടെ നമുക്ക് ഈ 12,000 എന്തിലായിരുന്നു? ആംസ്റ്റത്തിലായിരുന്നല്ലേ? അതിന് എന്തിലാക്കണം? മീറ്ററിലാക്കണം. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു ഇൻറ്റു 10⁻³ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഇൻറ്റു 10⁻⁻10. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 16 ഇൻറ്റു 10⁻6 ഇൻറ്റു 10⁻⁻10 10⁻⁻4 മീറ്റർ എന്ന് കിട്ടും. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് എഴുതാം. അതായത് അത് എത്ര മില്ലിമീറ്റർ? 6 മില്ലിമീറ്റർ ആണ്. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടിയടാ? 6 മില്ലിമീറ്റർ എന്ന് കിട്ടി. അതായത് ഈ ഒരു സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ 6 മില്ലിമീറ്റർ അകലെ ആണ് എന്ത് കിട്ടുന്നത്? λ1ന്റെ ബ്രൈറ്റ് ഫ്രിഞ്ചും λ2ന്റെ ബ്രൈറ്റ് ഫ്രിഞ്ചും കോയിൻസൈഡ് ചെയ്യുന്നത്. രണ്ടിന്റെയും ബ്രൈറ്റ് ഫ്രിഞ്ചസ് കോയിൻസൈഡ് ചെയ്യുന്നത് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? 6 മില്ലിമീറ്ററിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തൊട്ട് നമുക്കൊരു ട്രിക്കി ആയിട്ട് തോന്നും. എങ്കിലും എന്താ, നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് പടം വരച്ച് നോക്കും, നമുക്ക് ക്ലിയർ ആവും. കാരണം λ1ന്റെ ഒരു ബ്രൈറ്റ് ഇവിടെ കോയിൻസൈഡ് ചെയ്യണം, λ2ന്റെ ഒരു ബ്രൈറ്റ് കോയിൻസൈഡ് ചെയ്യണം. നമുക്ക് ഏതൊക്കെ ബ്രൈറ്റ് ആണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ n1 λ1 d/d n2 λ2 d/d. രണ്ടിന്റെ പൊസിഷൻ സെയിം ആ, അതല്ലേ ക്വസ്റ്റ്യൻ. രണ്ട് എന്താണ്? സെയിം പൊസിഷനിലാണ്. അപ്പൊ x1 x2 ഈക്വൽ, അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് n1/n2 5/6 എന്ന് കിട്ടി. അതായത് λ1ന്റെ 5th λ2ന്റെ 6th ബ്രൈറ്റ് ഫ്രിഞ്ച് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമുക്ക് x കിട്ടി. ഓക്കെ അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 29. In Young's double slit experiment, using the light of wavelength lambda wavelength ഉള്ള ലൈറ്റ് യൂസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ഫോം ചെയ്തു? 60 fringes are seen on screen. ലാംഡ യൂസ് ചെയ്തപ്പോൾ എത്ര ഫ്രിഞ്ചസ് ഫോം ചെയ്തു എന്നാ പറഞ്ഞ 60 ഫ്രിഞ്ചസ് സ്ക്രീനിൽ ഫോം ചെയ്തു. ഇഫ് ദ wavelength of the light is decreased by 50%, അപ്പൊ ലാംഡ എന്താക്കി? 50% ഡിക്രീസ് ചെയ്തു. അതായത് എന്താ നമുക്ക് സിംപ്ലി പറഞ്ഞാൽ ലാംഡ ഡാഷ് എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ 2 ആണ്. Then the number of fringes on the same screen is, എങ്കിൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എത്രയാണ്? ഇവിടെ ആ സെറ്റപ്പ് മാറുന്നില്ല. അപ്പൊ ക്യാപിറ്റൽ ഡി സ്മാൾ ഡി എന്താ മക്കളെ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എന്താണ്? n1 λ1 ഈസ് ഈക്വൽ ടു n2 λ2 എന്ന് പറഞ്ഞൂടെ? പറയാം. അപ്പോ നമുക്ക് ഇവിടുന്ന് n1 എത്രയാണ്? 60 ഇൻറ്റു λ1 എത്രയാ? ലാംഡ ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു λ2 എത്രയാണ്? ലാംഡ ബൈ 2. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഈ ലാംഡയും ലാംഡ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. n2 ഈസിക്കൽ ടു എത്ര കിട്ടും പറഞ്ഞുതരാം? n2 ഈസിക്കൽ ടു 16 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ അല്ലേ? 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 120 അല്ലേ? അപ്പൊ നമുക്ക് ഏതാ? 16 ഇൻറ്റു 2 ഈസിക്കൽ ടു 120. അപ്പൊ ആൻസർ എത്ര വരും പറഞ്ഞേ? ആൻസർ ഓപ്ഷൻ ഏതാ? 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 30. Question number 30. The intensity at the maximum in a Young's double slit experiment is I0. അതായത് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ മാക്സിമത്തിലെ ഇന്റൻസിറ്റി I0 ആണ്. അപ്പൊ ഈ I0 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 അല്ലെ? കോസ് 5 അത് വരും. കോസ് 5 മാക്സിമം വരുമ്പോൾ കോസ് 5 1 വരും. 2 റൂട്ട് I1 I2. ഇവിടെ I എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം I പ്ലസ് 2 റൂട്ട് I സ്ക്വയർ എന്ന് വരും. ഇതിന് നമുക്ക് എത്ര എഴുതാം? 4I എന്ന് എഴുതാം. അപ്പം ഇന്റൻസിറ്റി മാക്സിമം I0 എന്ന് പറഞ്ഞത് എന്താണ്? വന്ന ഇന്റൻസിറ്റിയുടെ 4 ടൈംസ് ആണ്. I0 എന്ന് പറഞ്ഞാൽ 4I കേൾക്കില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ലിറ്റ്സ് ഈസ് D ഈസിക്കൽ ടു 5 ലാംഡ. രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ലാംഡയാണ്. അത് എന്താണ്? സ്മാൾ ലെറ്റർ D എത്രയാണ്? 5 ലാംഡയാണ്. അപ്പൊ നമുക്ക് ആ പടം ഒന്ന് വരച്ചാൽ ഇതാണ് രണ്ട് സ്ലിറ്റുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇതാണ് എന്ത്? സ്മാൾ ഡി. അത് 5 ലാംഡയാണ്. D ഈക്വൽ ടു 5 ലാംഡ. ഇത് എന്ത് ചെയ്യുന്നു? ഈ സ്ക്രീനിൽ ഫ്രിഞ്ചസ് അതായത് ഇന്റർഫറൻസ് ഫോം ചെയ്യും. Then lambda is the wavelength of the light used. 5 ലാംഡയിലെ ലാംഡ എന്താണ്? wavelength of light used ആണ്. What will be the intensity in front of one of the slits on the screen placed at a distance D is equal to 10D. അതായത് ഈ ഡിസ്റ്റൻസ് ഈ D എന്ന് പറയുന്നത് 10D ആണ്. എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇന്റൻസിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദി സ്ലിറ്റ്സ്. ഈ രണ്ട് സ്ലിറ്റിൽ ഏതെങ്കിലും ഒരു സ്ലിറ്റിന്റെ എന്താണ് ഇന്റൻസിറ്റി? ഫ്രണ്ടിലുള്ള ആ ഒരു ഇതിന്റെ ഇന്റൻസിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദി സ്ലിറ്റ്സ്. ഇവിടെ ഈ സ്ക്രീനിൽ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി, ഈ പോയിന്റിൽ ഇന്റൻസിറ്റി എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ പോയിന്റിൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം. ഈ ഡിസ്റ്റൻസ് എത്ര? ഇവിടെ സെൻട്രൽ മാക്സിമ ഇത്രയുള്ള ഇന്റൻസിറ്റി നമുക്ക് അറിയാം. എത്രയാണ്? I0 ആണ്. മാക്സിമം ഇന്റൻസിറ്റി I0 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ സെൻട്രൽ മാക്സിമിന് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് ഫുള്ള് D അല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? D/2 ആയിരിക്കും. എത്രയായിരിക്കും മക്കളെ? D/2 ആയിരിക്കും. അതായത് ഒരു സ്ലിറ്റും ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D/2 ആയിരിക്കും. കാരണം ഇത് ഫുള്ള് D. അപ്പൊ അതിന്റെ ഒരു സ്ലിറ്റ് സെന്ററിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും മക്കളെ? D/2 ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. പൊസിഷൻ എത്രയാണ്? D/2 ആണ്. ഓക്കെ അല്ലേ? പൊസിഷൻ എത്രയാണ്? D/2 ആണ്. നമുക്ക് എന്താ D/2 പൊസിഷനിലുള്ളതിന്റെ കണ്ടുപിടിക്കുന്നത്. D/2 ആണ്. ഓക്കെ അല്ലേ? എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്നറിയാമോ? പാത്ത് ഡിഫറൻസ്. ഒരു പോയിന്റ്, ഒരു സ്ക്രീനിൽ ഒരു പോയിന്റ് പാത്ത് ഡിഫറൻസ് PD എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? XD/D ആണ്. പാത്ത് ഡിഫറൻസ് ഓൺ എ പോയിന്റ് ഓൺ ദ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ എന്ത്? XD/D ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഇട്ട് കൊടുത്താൽ എക്സ് എത്രയാണ്? D/2 ആണ്. അപ്പൊ D/2 ഇൻറ്റു D ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D എത്രയാണ്? 10D ആണ്. ഈ ഡിയും ഡിയും ക്യാൻസൽ ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? D/20 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? D/20. ഇനി സ്മാൾ ലെറ്റർ D എന്ന് പറഞ്ഞാൽ 5 ലാംഡയാണ്. അപ്പൊ 5 ലാംഡ ഡിവൈഡ് ബൈ 20 ഈസിക്കൽ ടു എത്ര കിട്ടും? λ/4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് പാത്ത് ഡിഫറൻസ് ആണ്. എന്താ? λ/4. ഫേസ് ഡിഫറൻസ് എത്ര വരും? Δ5 ഈസിക്കൽ ടു എത്ര വരും പറഞ്ഞേ? 2π/λ ഇൻറ്റു Δx ആണ്. അല്ലെ? Δx എന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ്. അപ്പൊ 2π/λ ഇൻറ്റു എന്ത് വരും മക്കളെ? λ/4 എന്ന് വരും. ലാംഡ വെട്ടിപ്പോയാൽ 2 4 വെട്ടിയ 2 വരും. എത്ര വരും? π/2 എന്ന് വരും. അപ്പൊ ഫേസ് ഡിഫറൻസ് എത്ര കിട്ടി? π/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാം. ഈ പോയിന്റിലെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാമല്ലോ. IR ഈസിക്കൽ ടു എന്ത് വരും? I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് എത്ര വരും? π/2. കോസ് 90യുടെ വാല്യൂ എത്രയാ? 0 ആണ്. അപ്പൊ ഈ ഒരു ടൈം ഫുൾ എന്താവും?
0 ആയി പോകും. ഇനി I1 I2 എന്തായിട്ട് എടുക്കാം? സെയിം ആയിട്ട് എടുക്കാം. അപ്പൊ I+I എന്ന് വരും. ദാറ്റ് ഈസ് എത്ര വരും ഇവിടെ? 2I എന്ന് വരും. ഓക്കെ അല്ലേ? നമുക്ക് I0യുടെ ടൈംസിൽ വേണം. 4I ആണ് I0. അപ്പൊ ഇവിടുന്ന് I ഈസിക്കൽ ടു എത്ര കിട്ടും? I0/4 എന്ന് കിട്ടും. അത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ 2 ഇൻറ്റു എന്ത് വരും? I0/4. ഇവിടുന്ന് 2ഉം 4ഉം വെട്ടിയാൽ 2 വരും. എത്ര കിട്ടും ഇവിടെ? ആ D/2 ഡിസ്റ്റൻസ് മുകളിലുള്ളതിന് എത്ര കിട്ടും? അതായത് ഒരു സ്ലിറ്റിന്റെ ആ ഒരു സ്ലിറ്റിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്ക്രീനിൽ എത്ര ഇന്റൻസിറ്റി വരുന്നത്? I0/2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏതുവരും പറഞ്ഞ് I0/2. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ആ പടം ഒന്ന് വരച്ചു വെക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കുഞ്ഞിടി. അപ്പൊ നമുക്ക് ഇവെന്താ അതിൽ നിന്ന് ഒരു സ്ലിറ്റിന്റെ നേർക്കുള്ള ഇന്റൻസിറ്റി ഉണ്ട്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെന്ററിൽ നിന്ന് എത്രയായിരിക്കും? D/2 ആയിരിക്കും. പിന്നെ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം XD/D ആണ്. അപ്പൊ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പാത്ത് ഡിഫറൻസ് λ/4 എന്ന് കിട്ടും. പിന്നെ നമുക്കറിയാം Δ5 ഫേസ് ഡിഫറൻസ് എന്ന് 2π/λ ഇൻറ്റു Δx ആണ്. അവിടെ നമുക്ക് ഫേസ് ഡിഫറൻസ് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റൻസിറ്റിയുടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ത് ചെയ്യും? ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും പറഞ്ഞേ? I1 I2 + 2√I1 I2 cos ϕ എന്ന് കിട്ടും. അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ കോസിന് ϕ എന്ത് കിട്ടും? π/2 ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ടൈം ഫുൾ 0 ആവും. അവിടെ നിന്ന് 2I എന്ന് കിട്ടും. നമുക്കൊരു I എന്ന് പറഞ്ഞാൽ I0/4 ആണ്. അപ്പൊ എന്ത് കിട്ടും? I0/2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?